നമ്മൾ കൊടൈക്കനാൽ പോകാനുള്ള ബുക്കിംഗ് പ്ലാനിങ്ങിലാണ്. 5-6 ദിവസമായിട്ട് തുടങ്ങിയതാ. പോണോ വേണ്ടയോ അങ്ങനെ ഫൈനലി ഞങ്ങൾ തീരുമാനിച്ചു വി ആർ ഗോയിങ് കൊടൈക്കനാൽ. നമ്മളങ്ങനെ കൂട്ടിക്കുന്ന നേരെ ഫ്രം K to K, കൂട്ടിക്കൽ ടു കൊടൈക്കനാൽ. നമ്മൾ 5:30 ആയപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നല്ല മഴയാണ് സുഹൃത്തുക്കളെ. നമ്മളതിന് ബോയ്സ് എസ്റ്റേറ്റ് വഴി കയറിയപ്പോൾ നോക്ക്, ഇവിടെ എപ്പോഴും ബോയ്സ് ഇങ്ങനെയാണ്. കുറേ പശുക്കൾ നമ്മളെ ഇങ്ങനെ വഴി തടഞ്ഞ് നിർത്തും. അവരോട് ഒരു ഹായ് ബായ് പറഞ്ഞില്ലെങ്കിൽ അവർ നമ്മളെ വിടും. ഇതാണ് നമ്മുടെ കുട്ടിക്കാലത്തെ പുതിയ എന്ത് പോളാ, LED വോൾ. LED വോളാണ് 24 hours വർക്ക്. ആക്ച്വലി ആര്യാസാണ് നമ്മൾ ലൊക്കേഷൻ ഇട്ടു, പക്ഷെ ആര്യാസൊന്നും പോകുന്ന വഴിക്ക് കണ്ടില്ല. പിന്നെ നല്ലോണം വിശക്കണുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ മറീന പ്യൂർ വെജിൽ നോക്കുക. നല്ല ആംബിയൻസ്. എങ്ങനെയുണ്ട്? ഇതൊക്കെ ജസ്റ്റ് കാണാം. ഓക്കെ ഷിഫു, നമ്മൾ റീലിലൊക്കെ കാണുന്ന പോലെ ട്രാവൽ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുള്ള ഒരു പാർട്ട്ണറും ട്രാവൽ ചെയ്യുന്നത് ഒരു പണിഷ്മെന്റ് ആയി കാണുന്ന വേറൊരു പാർട്ട്ണറും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയല്ലോ. അതുപോലെ ഈ പിള്ളേരെയൊക്കെ പണിഷ്മെന്റ് കൊണ്ടുപോകുന്ന പോലെയാണ് അജിക്കാടെ മുഖം ഇരിക്കണത്. എന്താ എത്താത്തേന്ന് ചോദിച്ചോണ്ട്. സുഹൃത്തുക്കളെ, മഴയൊക്കെ ഒന്ന് കാണുക സുഹൃത്തുക്കളെ, എന്തൊരു രസമാണ്. ഇങ്ങോട്ടേക്ക് മഴയില്ല. നമ്മള് ഈ പച്ചപ്പും ഈ മനോഹാരിത. നമ്മള് തേനി ഹൈവേ അല്ലേ ഇത്? തേനി ഹൈവേയിലേക്ക് കേറി. പിന്നെ നമ്മൾ ചെന്നൈ റൂട്ടിൽ തമിഴ്നാട് പോകുമ്പോ കാണുന്ന കുറെ അമ്പലത്തിലെ കാഴ്ചകളാണ്. ഹനുമാൻ സ്വാമി. നമ്മളങ്ങനെ ലെഫ്റ്റ് തിരിഞ്ഞ് ഹെയർപിൻ റോഡിലേക്ക് കയറിയിരിക്കുകയാണ് ഗൈസ്. ഇനി വളഞ്ഞ് 51 kilometers to reach കൊടൈക്കനാൽ. ഈ മരങ്ങളാണോ നല്ല ഭംഗിയല്ല. ഇപ്പൊ ജസ്റ്റ് കൊടൈക്കനാൽ വരെ പോണെങ്കിൽ ഈ പാസ് ഒക്കെ സെറ്റ് ചെയ്യണം. ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഓൺലൈനായിട്ട് പേയ്മെന്റ് ചെയ്യാം. മാൻഡേറ്ററി ആണെന്നാണ് നമുക്ക് ഗൂഗിളിൽ കാണാൻ പറ്റിയത്. നല്ല തണുപ്പുണ്ട്. ഗെയിംസ് ഒക്കെ കളിക്കാം. എന്താ AV സോണോ? അതെന്താ ഐറ്റം? തിയേറ്ററോ? റിസോർട്ട്? അത് തിയേറ്റർ. എൻട്രി ചെയ്യുന്ന സ്ഥലത്തേക്ക് നമുക്ക് കയറാം, സീനില്ല. മീൻസ് അവർ നമ്മളോട് പറഞ്ഞു കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, വേറെ ആൾക്കാരുണ്ടായിരിക്കും. വെൽക്കം ടു കൊടൈക്കനാൽ.
aesthetic and a beautiful mirror, നല്ല light and balcony. Balcony തോന്നുന്നു വരുമ്പോൾ നമ്മൾക്ക് ഫോറസ്റ്റ് വ്യൂ ആൻഡ് സിറ്റി വ്യൂ ആണ്. അങ്ങോട്ട് നോക്കിയ ഫോറസ്റ്റ്, അങ്ങോട്ട് നോക്കിയ സിറ്റി. നല്ല അല്ലേ? ലാസ്റ്റ് മിനിറ്റിൽ കണ്ടുപിടിച്ചാണാലും നോട്ട് ബാഡ്. നമ്മൾ റൂമിൽ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് റെസ്റ്റ് ഒക്കെ എടുത്ത് ഫുഡൊക്കെ 3 മിനിറ്റ്സോളം നമ്മളങ്ങനെ ലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മളങ്ങനെ കൊടൈക്കനാൽ ലേക്ക് നമ്മുടെ റൂമിൽ നിന്ന് ജസ്റ്റ് 10 മിനിറ്റ്സേ ഉള്ളായിരുന്നു. അങ്ങനെ നമ്മൾ എത്തി. നമുക്ക് സൈക്കിൾ റൈഡൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ലെറ്റ്സ് സീ. തിരക്കുണ്ടോ? തിരക്ക് വലിയ കാര്യമായിട്ടില്ല, എപ്പോഴും വരുമ്പോൾ ഇത്ര തിരക്കില്ല. ലെറ്റ്സ് സീ. അങ്ങനെ ലേക്കിൻ്റെ എൻട്രൻസിന് അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ മൊത്തം തിരക്കായി. കൂടുതൽ തമിഴ്നാട്ടിലെ ആൾക്കാർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. മലയാളികളെക്കാളും കൂടുതൽ തമിഴ്നാട്ടിലെ ആൾക്കാർ തന്നെയാണ് ടൂറൊക്കെ വന്നേക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ഈ ലേക്കിൽ പോകുന്ന മെയിനായിട്ട് സൈക്കിൾ റൈഡിങ്ങും ഷോപ്പിങ്ങിന് വേണ്ടിയാണ്. പക്ഷേ പോയപ്പോൾ വെതർ ഭയങ്കര ബാഡായിരുന്നു. നല്ല മഴയും ചാറ്റമഴയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് സൈക്കിൾ റൈഡിങ് പറ്റിയില്ല. പിന്നെ ഷോപ്പിംഗ് ആസ് യൂഷ്വൽ പറ്റി. വെതർ ഭയങ്കര ബാഡാന്ന് ഉദ്ദേശിച്ച സൈക്കിൾ റൈഡിങ്ങിനാണ്. നല്ല വെതറായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ലൊരു നൈസ് ക്ലൈമറ്റ് ആയിരുന്നു. ഒരു ചെറിയ ഡ്രസ്ലിംഗ് പോലെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് കൊടൈക്കനാലിൽ ഞാൻ പറഞ്ഞ നൈറ്റ് വ്യൂ. ഭയങ്കര രസമാണ്. ഈ കുട്ടി കുട്ടി മറ്റേ ബോക്സ് പോലത്തെ വീടുകളോ മൊത്തം നല്ല ഭംഗിയാണ്.